ശ്രീലങ്കൻ സമുദ്രാതിർത്തിക്ക് സമീപം അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ ഇറാനി യുദ്ധക്കപ്പൽ തകർന്ന് 80 നാവികർ കൊല്ലപ്പെട്ടു. 35 പേരെ ശ്രീലങ്കൻ സൈന്യം രക്ഷപ്പെടുത്തിയതായി ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അപകട സന്ദേശത്തെ തുടർന്നാണ് ശ്രീലങ്കൻ നാവികസേന രക്ഷാപ്രവർത്തനം നടത്തിയത്. നിരവധി പേരെ കാണാതാവുകയും 78 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ശക്തമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായും IDF അറിയിച്ചു. ശക്തമായി തുടരുന്ന ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ നേരിടുന്നത് കനത്ത നാശനഷ്ടമാണ്. ഇറാൻ വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത ഇറാനിയൻ യാക് 130 ജെറ്റ് ഇസ്രായേലി വ്യോമസേനയുടെ F-35I യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കയറിയാണ് ഇസ്രായേൽ ദൗത്യം നിറവേറ്റിയത്. ശ്രീലങ്കൻ സമുദ്രാതിർത്തിക്ക് സമീപം അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ IRIS ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ തകർന്നു. 80 നാവികർ കൊല്ലപ്പെട്ടു. 35 പേരെ ശ്രീലങ്കൻ സൈന്യം രക്ഷപ്പെടുത്തിയതായി ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അപകടത്തിൽ നിരവധി പേരെ കാണാതാവുകയും 78 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. ഇറാനിയൻ യുദ്ധക്കപ്പലിൽ നിന്നുള്ള അപകട സന്ദേശത്തെ തുടർന്ന് ശ്രീലങ്കൻ നാവികസേന രക്ഷാപ്രവർത്തനം നടത്തിയതായാണ് റിപ്പോർട്ട്. കപ്പലിലുണ്ടായിരുന്ന മറ്റ് നാവികരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.